ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ PSC ഈ വർഷം ചോദിച്ചതും ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശേഷം നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്ഷേമ പദ്ധതികൾ കൂടെ പഠിക്കാം. സോ ക്ലാസ്സിലേക്ക് പോകാം. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. അതായത് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഓപ്ഷൻ സി ആണ്, നവജീവൻ. ഏതാണ്? നവജീവൻ. അതായത് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ചു വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്നേഹപൂർവ്വം. അതായത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ചു വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദ്യം. ഉത്തരം സ്നേഹപൂർവ്വം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദ്യം. അതായത് ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ഡി, സ്പെക്ട്രമാണ് ഉത്തരം. അപ്പോൾ ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സ്പെക്ട്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ഓപ്ഷൻ എ, 22 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അപ്പോൾ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 22 രൂപയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ ബി, ആരോഗ്യ കിരണം. ഓപ്ഷൻ ബി, ആരോഗ്യ കിരണമാണ്. അപ്പോൾ 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം, അതായത് ആരോഗ്യ കിരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ എ, സ്നേഹസ്പർശമാണ്. അതായത് കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സ്നേഹസ്പർശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ, മാതൃജ്യോതിയാണ്. അതായത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മാതൃജ്യോതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10 വനിതാക്ഷേമ പദ്ധതികൾ പഠിച്ചിരുന്നു. ഈ ക്ലാസ്സിൽ നമുക്ക് 10 വനിതാക്ഷേമ പദ്ധതികൾ പഠിക്കാം. ഞാൻ ആദ്യം 10 പേരൊന്ന് പറയാം. 1 പ്രത്യാശ വിവാഹ ധനസഹായ പദ്ധതി, 2 ഷീ സ്കിൽസ്, 3 റീച്ച്, 4 പ്രത്യാശ ഭവൻ, 5 എൻ്റെ കൂട്, 6 സ്നേഹിത, 7 ഷീ ബോക്സ്, 8 ഷീ ലോഡ്ജ്, 9 നിർഭയ കേരളം സുരക്ഷിത കേരളം, 10 റെസ്ക്യൂ ഹോം. 1 പ്രത്യാശ വിവാഹ ധനസഹായ പദ്ധതി. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കളുടെ പെൺമക്കൾക്ക് വിവാഹം നടത്തുന്നതിനായുള്ള ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ്
പ്രത്യാശ വിവാഹ ധനസഹായ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വ്യക്തികളും കോർപ്പറേറ്റുകളും കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനും സംയുക്തമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അതായത് വ്യക്തികളും കോർപ്പറേറ്റുകളും കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനും സംയുക്തമായി ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പ്രത്യാശ ധനസഹായ വിവാഹ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ വ്യക്തികളോ സ്ഥാപനങ്ങളോ 25,000 രൂപയോ അതിൻ്റെ ഗുണിതങ്ങളോ സംഭാവനയായി നൽകിയാൽ തത്തുല്യമായ തുക മിഷൻ വഹിച്ചുകൊണ്ട് 50,000 രൂപ ഒരു ദരിദ്ര യുവതിക്ക് വിവാഹ ധനസഹായമായി നൽകുന്ന പദ്ധതിയാണ്. നെക്സ്റ്റ്, ഷീ സ്കിൽസ്. അതായത് 15 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് അവർ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ പരിശീലനം നൽകുന്നതിന് അസാപ്പ് അതായത് അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം ആവിഷ്കരിച്ച തൊഴിൽ നൈപുണ്യ പദ്ധതിയാണ് ഷീ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 15 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് അവർ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ പരിശീലനം നൽകുന്നതിന് ആവിഷ്കരിച്ച തൊഴിൽ നൈപുണ്യ പദ്ധതിയാണ് ഷീ സ്കിൽസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പദ്ധതിയുടെ പേരാണ് റീച്ച്. റീച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളാണ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സ് എൻഹാൻസ്മെൻറ്റ് അക്കാഡമി ഫോർ കരിയർ ഹൈറ്റ്സ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ മേഖലയിലെ ഉന്നമനത്തിനായി സർക്കാർ മേഖലയിലുള്ള, അതായത് ഇന്ത്യയിൽ തന്നെയുള്ള ആദ്യത്തെ ഫിനിഷിംഗ് സ്കൂളാണ് റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ മേഖലയിലെ ഉന്നമനത്തിനായി സർക്കാർ മേഖലയിലുള്ള ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫിനിഷിംഗ് സ്കൂളാണ് റീച്ച്. നെക്സ്റ്റ്, പ്രത്യാശ ഭവൻ. ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് പ്രത്യാശ ഭവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? പ്രത്യാശ ഭവൻ. നെക്സ്റ്റ്, എൻ്റെ കൂട്. നഗരങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം ഒറ്റയ്ക്കും കൊച്ചുകുട്ടികളും ആയി എത്തിച്ചേരുന്ന സ്ത്രീകൾക്ക് നേരം പുലരും വരെ സുരക്ഷിതവും വൃത്തിയുള്ളതുമായ താമസ സൗകര്യം സൗജന്യമായി ലഭിക്കുന്നതിന് സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എൻ്റെ കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ നിലവിലുള്ളത് കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ മാത്രമായിട്ടാണ് ഉള്ളത്. അതായത് നഗരങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം ഒറ്റയ്ക്കും കൊച്ചുകുട്ടികളുമായി വരുന്ന സ്ത്രീകൾക്ക് നേരം പുലരും വരെ സുരക്ഷിതമായും വൃത്തിയുള്ളതുമായ താമസ സൗകര്യം സൗജന്യമായി ലഭിക്കുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എൻ്റെ കൂട്. ഇത് എവിടെയൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഇന്ന് കോഴിക്കോടും തിരുവനന്തപുരത്തും എറണാകുളം ജില്ലകളിൽ മാത്രമായിട്ടാണ് ഉള്ളത്. നെക്സ്റ്റ്, സ്നേഹിത. അക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രമാണ് സ്നേഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2013 മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ 3 ജില്ലകളിൽ മാത്രമാണ് സ്നേഹിത തുടങ്ങിയത്. ഇപ്പോൾ അതായത് 2017 സെപ്റ്റംബർ, ഒക്ടോബർ മുതൽ കേരളത്തിലെ 14 ജില്ലകളിലും സ്നേഹിത ആരംഭിച്ചിട്ടുണ്ട്. സ്നേഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രമാണ് സ്നേഹിത. നെക്സ്റ്റ്, ഷീ ബോക്സ്. ഷീ ബോക്സ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇലക്ട്രോണിക് ബോക്സ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പരാതിപ്പെടാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഷീ ബോക്സ്. ഇത് ഒരു ഓൺലൈൻ പോർട്ടലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓൺലൈൻ പോർട്ടലായ ഷീ ബോക്സിലൂടെ എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പരാതി കൊടുക്കാം. അപ്പോൾ ഷീ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇലക്ട്രോണിക് ബോക്സ് എന്നാണ് പറയുന്നത്. ഇത് കേന്ദ്ര സർക്കാരാണ് ആവിഷ്കരിച്ചത്. ഇത് ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പരാതിപ്പെടാനായിട്ടുള്ളൊരു പദ്ധതിയാണ്. നെക്സ്റ്റ്, ഷീ ലോഡ്ജ്. വിവിധ ആവശ്യങ്ങൾക്കായി നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസവും ഭക്ഷണവും ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഷീ ലോഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിവിധ ആവശ്യങ്ങൾക്കായി നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ താമസവും ഭക്ഷണവും ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ചേർന്ന് നടത്തുന്ന പദ്ധതിയാണ് ഷീ ലോഡ്ജ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പദ്ധതിയുടെ പേരാണ് നിർഭയ കേരളം, സുരക്ഷിത കേരളം. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ കേരളം, സുരക്ഷിത കേരളം. അപ്പോൾ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഉത്തരമാണ് നിർഭയ കേരളം, സുരക്ഷിത കേരളം. ഇത്
കേരള ആഭ്യന്തര വകുപ്പ് 2014 ഓഗസ്റ്റ് 1 കൊച്ചി കോർപ്പറേഷനിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി ആരംഭിച്ചു. ഈ പദ്ധതിയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർഭയ കേരളം, സുരക്ഷിത കേരളം. ഇത് എവിടെയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 ഓഗസ്റ്റ് 1 കൊച്ചി കോർപ്പറേഷനിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ 10ാമത്തെ പദ്ധതിയാണ് റെസ്ക്യൂ ഹോം. ഇത് വന്നിട്ട് അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും സമൂഹത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകി പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് റെസ്ക്യൂ ഹോമുകൾ എന്നറിയപ്പെടുന്നത്. ഇത് എവിടെയാണുള്ളത്? മലപ്പുറം ജില്ലയിലാണുള്ളത്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ് റെസ്ക്യൂ ഹോം പ്രവർത്തിക്കുന്നത്. റെസ്ക്യൂ ഹോം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാലോ, അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും സമൂഹത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകി പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് റെസ്ക്യൂ ഹോമുകൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10 വനിതാക്ഷേമ പദ്ധതികൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലും 10 പഠിച്ചിട്ടുണ്ട്. അപ്പം 20 കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്